അല്ലാഹു അവന് തുറന്നു കൊടുത്തു തന്നത് ഒരു അനുഗ്രഹമാണ്. ആ കൂട്ടത്തിലൊന്നാണ് മനുഷ്യൻ കളിയോടും അതുപോലെ തന്നെ വിനോദങ്ങളോടുമൊക്കെ താല്പര്യമുള്ള ഒരു പ്രകൃതമാണ് മനുഷ്യനുള്ളത്. പക്ഷെ ഒരു അനുവദിക്കപ്പെട്ട കളിയാണെങ്കിൽ പോലും, അനുവദനീയമായ ഒരു വിനോദമാണെങ്കിൽ പോലും, അതിലൂടെ മനുഷ്യൻ ഒരു ഹറാമിലേക്ക് എത്തുകയാണെങ്കിലോ, ഒരു ബാധ്യതാ നിർവഹണത്തിൽ വീഴ്ച വരുത്തുന്ന ഘട്ടത്തിലേക്ക് എത്തുകയാണെങ്കിലോ, അതൊരു വിശ്വാസി മുഖവിലക്കെടുക്കുകയും വളരെ ഗൗരവത്തോടുകൂടി അവൻ ആലോചിക്കുകയും ചെയ്യേണ്ടതുണ്ട്. ഉദാഹരണമായി ഇന്നു മുതൽ ഏതാണ്ട് ഇന്നല്ല ഒരാഴ്ചയോളമായി ഒരുക്കപ്പാടുകളും ഒക്കെയായി ഇന്നു മുതൽ ഏതാണ്ട് ലോകം ഒരു ലഹരിയിലാണെന്നാണ് മീഡിയകളൊക്കെ റിപ്പോർട്ട് ചെയ്യുന്നത്. ലോകം ഒരു ലഹരിയിലാണ്. ലഹരി ഫുട്ബോൾ ലഹരിയിലാണ്. ഈ ഫുട്ബോൾ കളി എന്ന് പറയുന്ന ഈ കളി അല്ലാഹു അനുവദിച്ചൊരു സംഗതിയാണ്. ആർക്കും കളിക്കാം, ഫുട്ബോൾ കളിക്കാം, നല്ലതാണ്, മനുഷ്യന്റെ കായിക ബലത്തിന് നല്ലതാണ്, അതിലൂടെ ഉണ്ടാകുന്ന മാനസിക ആരോഗ്യം അവന് ഉപകാരപ്പെടുത്താവുന്നതാണ്. അതൊക്കെ കളിക്കുന്ന വ്യക്തികൾക്ക് അതുകൊണ്ടുള്ള നേട്ടമാണ്. കളിക്കുന്ന വ്യക്തികൾക്കാണ് ഓടിക്കളിച്ചവന്റെ ശരീരത്തിന് ഉന്മേഷം കിട്ടുന്നത്, അവന്റെ മനസ്സിന് ആശ്വാസം ലഭിക്കുന്നത്. അതേപോലെയുള്ള പല രൂപത്തിലുള്ള പ്രത്യേകതകളും ഒരു കളിയിലൂടെ മനുഷ്യന് മാനസികമായും ശാരീരികമായും ഒക്കെ ഉല്ലാസം ലഭിക്കുന്നുവെങ്കിൽ നല്ലത് തന്നെയാണ്. പക്ഷേ അത് ആ പരിധിയും വിട്ട് ഇന്ന് മറ്റെന്തൊക്കെയോ മേഖലകളിലേക്കാണ് നീങ്ങിക്കൊണ്ടിരിക്കുന്നത്. ഇത് ഗുരുതരമാണ്. ഒരുപക്ഷെ ഇത് പറയാൻ പാടുണ്ടോ എന്ന് എനിക്ക് അറിഞ്ഞൂടാ. കാരണം ഇതൊക്കെ പറയാൻ ഇയാൾ ഏത് കാലത്താ ജീവിക്കുന്നത് എന്നൊക്കെ ഒരു പക്ഷേ ചിന്തിക്കുന്ന ആളുകൾ ഉണ്ടായേക്കാം. പക്ഷേ പറയാതിരിക്കാൻ നിർവാഹമില്ല. നിങ്ങൾ ആലോചിച്ചു നോക്കൂ സുഹൃത്തുക്കളെ, ഇന്ന് ഈ കളി മുഖേന ലോകത്ത് നടക്കുന്നത് എന്താണ്? അനാവശ്യമായ കിടമാത്സര്യങ്ങൾ നടക്കുകയാണ്. വൈവിധ്യമാർന്ന വിവിധ രാജ്യങ്ങൾ തമ്മിലുള്ള വിദ്വേഷം, പക, അതേപോലെ തന്നെയുള്ള കടുത്ത മത്സരത്തിലേക്ക് എത്തുന്നു. ഇനി അതിന്റെ പേരിൽ നടക്കുന്ന അനാശാസ്യ പ്രവർത്തനങ്ങളോ? നിങ്ങൾക്കറിയാമോ, ഇപ്പോ വിസിലടി ഉയർന്ന ജർമ്മനിയിൽ 10 ലക്ഷം വിദേശികൾക്കുള്ള സൗകര്യങ്ങൾ ആ രാജ്യം ഒരുക്കി കഴിഞ്ഞു. 10 ലക്ഷം വിദേശികളാവാൻ ഇറങ്ങുന്നത്. ഈ 10 ലക്ഷം വിദേശികളുള്ള സാലിഹീങ്ങളാണ് നിങ്ങൾ വിചാരിച്ചത്? നല്ലവരുണ്ടാകാം. മഹാഭൂരിപക്ഷം വരുന്ന ആളുകളുടെയും സുഖിപ്പിക്കാനും രസിപ്പിക്കാനും വേണ്ടി ആ നാട് എന്തെല്ലാം വൃത്തികേടുകൾ തയ്യാറാക്കിയെന്ന് മീഡിയകൾ റിപ്പോർട്ട് ചെയ്യാൻ മറന്നിട്ടില്ല. കൂട്ടത്തിൽ പോളണ്ടിൽ നിന്ന്, റഷ്യയിൽ നിന്ന്, ചെക്കോസ്ലാവാക്യൻ രാജ്യങ്ങളിൽ നിന്ന് നൂറുകണക്കിന് ആയിരക്കണക്കിന് മേത്തരം അഭിസാരികമാരെ ഈ ഒരു കളിക്കളത്തിന് വേണ്ടി, കളിയിലേക്ക് വേണ്ടി ഒരു മാസത്തേക്ക് പ്രത്യേകം റിക്രൂട്ട് ചെയ്തു കഴിഞ്ഞു എന്ന് നമ്മുടെ മലയാള പത്രങ്ങൾ വരെ റിപ്പോർട്ട് ചെയ്തു. മനസ്സിലാക്കിയിട്ടുണ്ടോ? മദ്യത്തിന്റെ വരവും ലോക റെക്കോർഡിനെ ഭേദിക്കുമെന്നാണ് കണക്ക്. മദ്യസംസ്കാരം ലോക റെക്കോർഡ് ഭേദിക്കുമെന്നാണ് കണക്ക്. ധാരാളക്കണക്കിന് അഭിസാരികമാർ റിക്രൂട്ട് ചെയ്യപ്പെട്ടു എന്നാണ് കണക്ക്. തീർന്നില്ല. വൻകിട മാത്സര്യത്തിനും കൊലപാതകത്തിനും വരെ കാരണമായേക്കുന്ന ലക്ഷങ്ങളുടെയും കോടികളുടെയും വാതുവെപ്പുകൾ, ചൂതാട്ടങ്ങൾ, ഇതിന്റെ പേരിൽ വൻ വ്യവസായ ഭീമന്മാരടക്കമുള്ള ആളുകൾ ഇതിന്റെ പേരിൽ വലവിരിച്ചു കഴിഞ്ഞു. വാതുവെപ്പുകളുടെയും അതേപോലെ തന്നെയുള്ള ശക്തമായ സംഘർഷങ്ങളുടെയും ഒക്കെ വക്കോളം വെച്ചുന്ന ചൂതാട്ടത്തിന്റെയും വാതുവെപ്പുകളുടെയും അവസ്ഥ. പട്ടിണി രാജ്യമായി ഒരു കയ്യിൽ കഞ്ഞി കുടിക്കാൻ വകുപ്പില്ലാത്ത നമ്മുടെ കേരളത്തിന്റെ ഗ്രാമങ്ങൾ വരെ ഇതിന്റെ ലഹരിയിലാണ്. ലഹരി എന്ന് പറഞ്ഞാലോ, ആയിരങ്ങൾ ചെലവിട്ടുകൊണ്ട് വേണം ഒരു ഫ്ലക്സ് ബോർഡ് നാട്ടിൽ ഉയർത്തണമെങ്കിൽ. എന്താ ഫ്ലക്സ് ബോർഡിന്റെ വില നാട്ടിൽ പോയി എന്ന് അന്വേഷിച്ച് നോക്കൂ. ഒരു ഫ്ലക്സ് ബോർഡ് നാട്ടിൽ ഒരു ഭാഗത്ത് ഉയർത്തണമെങ്കിൽ ആയിരക്കണക്കിന് രൂപ ചെലവാണ്. എന്നിട്ട് പിച്ചപ്പാത്രം എടുത്തിട്ട് വീട് വീടാന്തരം തെണ്ടിയിട്ട് നടുറോട്ടിലൂടെ പോകുന്ന വാഹനങ്ങളെ തടഞ്ഞു നിർത്തിയിട്ട് പിച്ചച്ചട്ടിയിലേക്ക് 50ഉം 10ഉം ഒക്കെ നിർബന്ധമായി വാരി വലിച്ചിടിവിച്ച് ആയിരക്കണക്കിന് രൂപ തുലച്ചെറിയുന്ന ഒരു തെങ്ങോളം വലിപ്പത്തിലുള്ള ഫ്ലക്സ് ബോർഡുകൾ നാടിന്റെ ഗ്രാമാന്തരങ്ങളിൽ ഉയർന്നു കഴിഞ്ഞു. ഓരോ രാജ്യങ്ങൾക്ക് വേണ്ടി ഓരോരുത്തർ ഓരോന്ന് കൊമ്പ് കോർത്തു കഴിഞ്ഞു. ഞാൻ ഇന്ന രാജ്യത്തിന്റെ ആളാണ്, ഞാൻ മറ്റേ രാജ്യത്തിന്റെ ആളാണ്, ഞാൻ ഈ രാജ്യത്തിന്റെ ഫാനാണ്, ഞാൻ മറ്റേ രാജ്യത്തിന്റെ ഫാനാണ്. നേതാക്കന്മാരുടെയൊക്കെ അഭിപ്രായങ്ങൾക്ക് മീഡിയകൾ വലിയ വിലയാണ് കൽപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ രാജ്യം മുഴുവൻ ഒരു പ്രത്യേകമായ ഒരു കളിയിൽ നിന്നൊക്കെ മാറി കളിക്കമ്പത്തിൽ നിന്നും പോയി കളിയുടെ ലഹരിയിലേക്കാണ് എത്തിക്കൊണ്ടിരിക്കുന്നത്. കളിയാവാം, കളിക്കമ്പവുമാകാം, പക്ഷേ പരിധി വിട്ടുകൊണ്ടത് ലഹരിയിലെത്തിയാൽ ലഹരിക്കുണ്ടാകുന്ന എല്ലാ ദോഷങ്ങളും ഇതിനുണ്ടാകും. ഇത് ഒറിജിനൽ ലഹരി അല്ലാതെ ഉള്ളൂ. ആ ലഹരിക്ക് അള്ളാഹു പറഞ്ഞ എന്തൊക്കെ ദോഷങ്ങളുണ്ടോ ആ ദോഷങ്ങളൊക്കെ ഇതിലും വരാനുണ്ട്. പടച്ചോൻ പറഞ്ഞില്ലേ എന്താ ലഹരിക്കുള്ള ദോഷം?
ഇന്നമൽ ഖംറു വൽ മൈസിറു വൽ അൻസാബു വൽ അസ്ലാമു റിജ്സും മിൻ അമലി ശൈത്വാനി ഫജ്തനിബൂഹു ലഅല്ലകും തുഫ്ലിഹൂൻ ഇന്നമാ യുരീദു ശൈത്വാനു അൻ യുഖിയ ബൈനകുമുൽ അദാവത വൽ ബഗ്ദാഅ ഫിൽ ഖംറി വൽ മൈസിരി വയസുദ്ദകും അൻ ദിക്രില്ലാഹി വഅരിസ്സലാ ഫഹൽ അൻതും മുൻതഹൂൻ. എന്താ പറഞ്ഞത്? മുമ്പൊരിക്കൽ നമ്മളിവിടെ വിശദീകരിച്ചിട്ടുണ്ട് ലഹരിയുടെ ഉപയോഗത്തെ പറ്റി പറഞ്ഞപ്പോ. ആ സ്വഭാവങ്ങൾ ഇന്നമാ യുരീദു ശൈത്താൻ ഉദ്ദേശിക്കുന്നു യൂഖിയ ബൈനകുമുൽ അദാവത വൽ ബഗ്ദാഅ, പരസ്പരം ശത്രുത, പരസ്പരം വിദ്വേഷം ഇതിന്റെ ഇടയിലൂടെ ഉണ്ടാക്കി തീർക്കുന്നു. വയസുദ്ദകും അൻ ദിക്രില്ലാഹ്, അല്ലാഹുവിനെ പറ്റിയുള്ള ഓർമ്മയിൽ നിന്ന് നിങ്ങളെ തടയുന്നു. വഅനിസ്സലാ, നിസ്കാരം കൃത്യമായി നിർവഹിക്കുന്നതിൽ നിന്ന് നിങ്ങളെ തടയുന്നു. ഈ ലഹരി തടയുന്നില്ലേ? എന്താ ആളുകൾ ഇതിനു വേണ്ടി മാത്രം TV പുതുക്കിക്കഴിഞ്ഞു. ഉള്ളത് പുതുക്കി, ഉള്ളത് പോരാഞ്ഞിട്ട് പുതുക്കിക്കഴിഞ്ഞു ഇതിനു വേണ്ടി. എന്താ? കളിക്കമ്പം, അതിന്റെ ലഹരി, അതിന്റെ മുമ്പിൽ എഴുത്തിക്കാതിരിക്കാൻ പോവുകയാണ്. നിങ്ങൾക്കറിയാമോ, ഈ രാജ്യത്ത് ഇതിലൂടെ ലോകത്ത് മുഴുവൻ നടക്കുന്നത്, ഈ ഒരു മാസം കൊണ്ട് ലോകത്തിന് നഷ്ടമാകുന്നത് കോടികളുടെ ഉൽപ്പന്നങ്ങളാണ് നാ പറയുന്നത്. കണക്കെടുത്ത് കോടികളുടെ ഉൽപ്പന്നമാണ് നഷ്ടം. ആരാത് കണക്കെടുപ്പ് നടത്തിയത്? ഇവിടെ ഗൾഫ് ടാലന്റ്.com എന്ന പേരിലുള്ള ഒരു കണക്കെടുപ്പ് നടത്തിയപ്പോ, ഒരു കണക്കെടുപ്പ് നടത്തിയപ്പോ എന്താണ് ആ സർവേയിലെ റിപ്പോർട്ട്? 20% ആളുകൾ ഈ പ്രത്യേകമായ അവസരത്തിൽ അവധിക്ക് അപേക്ഷിച്ചിരിക്കുകയാണ്. സ്വകാര്യ സർക്കാർ സ്ഥാപനങ്ങളിലെ 20% വരുന്ന ആളുകൾ ഈ അവസരത്തിൽ ഞങ്ങൾക്ക് തൊഴിൽ പാടില്ല, ഞങ്ങൾക്ക് ലീവ് തരണമെന്നാവശ്യപ്പെടുകയാണ്. അധികാരികൾ കുഴങ്ങിപ്പോകുന്നു എന്നാണ് കണക്ക്. കിട്ടുമില്ലെങ്കിൽ സിക്ക് ലീവ് എടുക്കാൻ തീരുമാനിച്ചിരിക്കുകയാണ്. എന്നാലും വീട്ടിൽ കളയാൻ പാടില്ല, രോഗിയാണെന്ന് പറയാ. അങ്ങനെ ഇതിന്റെ മുമ്പിൽ ചടഞ്ഞുകൂടുക. പള്ളിയിൽ ജമാഅത്തിന് പോകുമോ? എന്ത് ജമാഅത്ത്? മനസ്സിൽ മുഴുവൻ വലകിലിങ്ങലാണ്. ഏത് ഭാഗത്തുള്ള ഏത് ടീമിന്റെ വലയാ കുലുങ്ങുന്നത്? മനസ്സ് മുഴുവൻ ആ കുലുക്കാൻ. ഈ ഇത്തിരിയൊക്കെ ഒരു വർഷോനെ പേടില്ല, ഒരുത്ത ടീമിന്റെ മുമ്പൊന്ന് ജമാഅത്ത് തുടങ്ങും ഓടും. ഓടി വന്നിട്ടോ നിസ്കരിച്ചിട്ട് എന്താ കാര്യം? അവൻ അല്ലാഹു അക്ബർ എന്ന് കൈകെട്ടി പർച്ചോനെ എന്റെ മുമ്പിലായി നിൽക്കുന്നതൊക്കെ പറഞ്ഞിട്ടെന്താ? അവിടെ ഏതൊരുത്തന്റെ വലയാ കുലുങ്ങിയിരുന്ന അവന്റെ മനസ്സിൽ. അവൻ നിസ്കാരം തീരുവോളാ ചിന്തകാലം സലാം കിട്ടിക്കഴിഞ്ഞാൽ ഓടി അതിന്റെ മുമ്പിലേക്ക്. സലൂണുകൾ സജീവമാകും, കക്കീരിയകൾ സജീവമാകും. രാജ്യത്തൊട്ടാകെയുള്ള കടകളുടെ മുമ്പിൽ, TV ഷോപ്പുകളുടെ മുമ്പിലൊക്കെ ആളുകൾ തടിച്ചുകൂടും. പടച്ചതമ്പുരാനെ വെറുപ്പിക്കുന്ന പ്രവർത്തനങ്ങൾ ചെയ്യും. എന്താ? വയസുദ്ദകും അൻ ദിക്രില്ലാഹി വഅനിസ്സലാ, അല്ലാഹുവിനെ സംബന്ധിച്ചുള്ള ഓർമ്മയിൽ നിന്ന് നിങ്ങളെ അത് തടയുന്നു. അല്ലാഹുവിനെ പറ്റിയുള്ള ഓർമ്മയിലുണ്ടാവില്ല, അത് തടയും. നിസ്കാരത്തെ പറ്റിയുള്ള ചിന്ത ഉണ്ടാവില്ല, അതൊക്കെ പിന്നെ എപ്പോഴെങ്കിലും ഒക്കെ ജമാഅത്ത് കഴിഞ്ഞാലും വേണ്ടില്ല, ഇല്ലേലും വേണ്ടില്ല, അവിടെ എന്തോ നടക്കട്ടെ. ഇവിടെ ഇപ്പൊ എന്താ പറഞ്ഞില്ലേ? ആ ഹരത്തിൽ, ആ ലഹരിയിൽ മനുഷ്യന്റെ മനസ്സാണ് മുങ്ങിക്കഴിഞ്ഞാൽ പിന്നെ ഊണിലും ഉറക്കത്തിലൊക്കെ, ഉണരുമ്പോഴും ഉറക്കത്തിലൊക്കെ ഇതാണ് ചിന്ത. അവിടെ എത്ര കുലുങ്ങിയാവോ, ഇവിടെ എത്ര ഗോൾ അടിച്ചതാവോ, അവിടെ ആരാ ഗോളിയാവോ, ഇവിടെ ആരാ റഫറിയാവോ, എന്താ പറ്റിച്ചാകനി. ഇതിലേക്ക് ഇങ്ങനെ കണ്ണും കാതും കൽബും ആയിരങ്ങൾ അതിലേക്ക് ഇങ്ങനെ എന്താ മീഡിയകൾ നൽകുന്ന കവറേജ്. മനുഷ്യനെ ഒരു ഇത്തിരി അതിന്റെയൊക്കെ കാര്യങ്ങൾ പറഞ്ഞു പഠിപ്പിക്കാൻ ബാധ്യതപ്പെട്ട ചില പത്രങ്ങൾ പോലും ഇതൊരു പുണ്യകർമ്മമായിട്ട് പരിചയപ്പെടുത്തുകയാണെങ്കിലോ, ഇതാ ഇന്ന് റിപ്പോർട്ട് ചെയ്ത ഒരു വരി നിങ്ങളെ കേൾപ്പിക്കുന്നതിൽ എനിക്കൊരു അല്പ സന്തോഷമുണ്ട്. നിങ്ങൾ ആലോചിച്ച് നോക്കൂ, ഈ സമൂഹം എവിടെയാണ് എത്തി നിൽക്കുന്നത് അറിയാനാണ്. ഇന്ന് ഒരു പത്രം നൽകിയ തലക്കെട്ട് കേട്ടോളൂ: പോരിശയാർന്ന പോരാട്ടങ്ങളിലേക്ക്. നോക്കണം, പോരിശയാർന്ന പോരാട്ടങ്ങളിലേക്കാണ്. ഭയങ്കര പോരിശയാണ്. ബദർ നടക്കാൻ പോവുകയാണ്, വഹദാണ്, അല്ലെങ്കിൽ പോരിശയായ സത്യവും അസത്യവും തമ്മിലുള്ള ഏറ്റുമുട്ടലാണ്. എന്നിട്ടോ ഇതിലേക്കൊക്കെ ഒന്ന് കൺപാർക്കാത്തവനെയാണ് പരിഹസിക്കേണ്ടത്. ഈ വക പോരിശയാർന്ന പോരാട്ടം രാജ്യത്ത് നടക്കുമ്പോ ഇതിലേക്കൊന്ന് കണ്ണയക്കാത്തവനെയാണ് പരിഹസിക്കേണ്ടത്. വസന്തത്തിന്റെ വിസ്മയ ദൃശ്യങ്ങളിലേക്ക് വിരുന്നുപോകാത്ത ആ രസികന്മാരെ എന്തിനു കൊള്ളാം, ഇവർക്ക് എന്തിനു കൊള്ളാം ഇതിലേക്കൊന്ന് പോകാത്ത ആളുകൾ. ഈ പുണ്യമില്ലെങ്കിൽ ഊഷരമായി പോയ മനസ്സിന്റെ വിരസ ചിന്തകളെ ഓർത്ത് ഭയപ്പെടുക. നിങ്ങൾ ഭയപ്പെടണം. ഈ മഹത്തായ പുണ്യകർമ്മ ഈ രാജ്യത്ത് നടന്നിട്ടില്ലെങ്കിൽ മനുഷ്യന്റെ മനസ്സുകളൊക്കെ ഊഷരമായി, വിരസമായി, കുടില ചിന്തകളിലേക്ക് ചുരുങ്ങിപ്പോകും. അത് നാം ഭയപ്പെടണം. തീർന്നില്ല. അല്ലെങ്കിൽ തന്നെ ഈ പുണ്യത്തോട് പുറം തിരിഞ്ഞ് നിൽക്കാൻ
ആർക്കാണ് കഴിയുക സഹോദര്യത്തിന്റെയും സമഭാവനയുടെയും കാഴ്ചകൾ കാഴ്ചവെക്കുന്ന ഈ മഹനീയമായ കർമ്മത്തിലേക്കൊന്ന് തിരിഞ്ഞു നോക്കാതെ അതിന്റെ ആ പുണ്യത്തോട് പുറംതിരിഞ്ഞു നിൽക്കാൻ ആർക്കാണ് കഴിയുക എന്ന് ഇന്നത്തെ ഒരു മീഡിയ അതിന്റെ പ്രത്യേക സപ്ലിമെന്റിൽ പുണ്യകർമ്മമായി വിലയിരുത്തുന്നോടം വരെ കാര്യങ്ങളെത്തും. എവിടെ എത്തി നോക്കുന്നത്? ഇതാ പറഞ്ഞത്, കളിച്ചോളൂ, കളി കണ്ടോളൂ, കളി കമ്പമുണ്ടായിക്കോളൂ, ലഹരി വേണ്ട, ലഹരി വേണ്ട, അത് നിങ്ങൾ നശിപ്പിക്കും. ഇതൊരു തുടക്കത്തിൽ ന്യൂസ് ആയതുകൊണ്ട് ഞാൻ നിങ്ങളോട് ഓർമ്മപ്പെടുത്താൻ എന്താ, ഇതിന്റെ മുമ്പിൽ ഇങ്ങനെ വചനമിരുന്ന് എത്തിക്കാത്തിരുന്ന് അതിന്റെ വലിയ കണക്കും ഇതൊക്കെ നോക്കി അതിന്റെ ഓരോന്നും ഇങ്ങനെ എണ്ണി അവിടെ ആരടിച്ചു ഇവിടെ അടിച്ചു, എന്റെ കണ്ണും കാതും കൽവൊക്കെ അതിലേക്ക് കൊടുത്ത് ഏറ്റവും നിന്റെ ബാധ്യതയില്ലെന്ന് നിന്നെ നശിപ്പിക്കും. നീ ചെയ്യുന്ന ജോലികളിൽ ആത്മാർത്ഥത നഷ്ടപ്പെടുത്തും. നീ ചെയ്യേണ്ടുന്ന ബാധ്യതാ നിർവഹണത്തിൽ അത് അലംഭാവം വരുത്തുന്നു. ആ നിലക്കൊക്കെ ബാധ്യതകളിൽ വീഴ്ച വരുത്തുന്ന, നിന്റെ പുണ്യത്തിൽ നിന്ന് നിന്നെ തടയുന്ന അത്തരത്തിലുള്ള പ്രവർത്തനങ്ങളിലേക്ക് പോകുന്ന നിലക്കുള്ളൊരു കളിക്കമ്പം ലഹരി നമുക്ക് വേണ്ട. അനുവദിക്കപ്പെട്ട തോതിലൊക്കെ ഒന്ന് കാണാം, ഇതിനെപ്പറ്റിയൊക്കെ ഒന്ന് വിലയിരുത്താം. അതൊന്നും വിരോധിക്കപ്പെട്ട സംഗതികളിലൊക്കെ മനുഷ്യന് പറഞ്ഞതാണ്, വിരോധിക്കപ്പെട്ട സംഗതിയൊന്നുമല്ല. പക്ഷേ അതിന്റെയും പരിധി വിട്ടുകൊണ്ട് രാജ്യമൊട്ടാകെ ഇന്ന് മീഡിയകൾ പരസ്യം ചെയ്തു തന്നെ എന്താണ്, ലോകമൊട്ടാകെ ഫുട്ബോൾ ലഹരിയിലാണ്. പ്രധാന ന്യൂസ് അതാണ്, ഇന്നത്തെ ഹെഡ്ലൈൻ അതാണ്. എന്താണ്? ലോകമൊട്ടാകെ ഫുട്ബോൾ ലഹരിയിൽ. ആ ലഹരി വേണ്ടാന്നാണ് നമ്മൾ പറയുന്നത്. ആ ലഹരിയിലേക്ക് എത്തണ്ട ഈമാനുള്ളവർ. ഒരു പക്ഷേ ഈ വാക്കുകൾ പരിഹസിക്കപ്പെട്ടേക്കാം, പക്ഷേ ബാധ്യതകൾ നിർവഹിക്കാതിരിക്കാൻ നിർവാഹമില്ലല്ലോ. അല്ലാഹുവിന്റെ ദീൻ നമ്മിലേൽപ്പിക്കപ്പെട്ട ഉത്തരവാദിത്തം കളിയല്ല. നമ്മൾ കാര്യമാത്ര പ്രസക്തമായ പ്രവർത്തനങ്ങൾ കൊണ്ട് ബാധ്യത ഏൽപ്പിക്കപ്പെട്ടവരാണ്. അതോടൊപ്പം അനുവദിക്കപ്പെട്ട പരിധികളിൽ ഒതുങ്ങി നിന്നുകൊണ്ട് നമുക്ക് വിനോദങ്ങളിൽ ഏർപ്പെടാം, കളികൾ ആസ്വദിക്കാം. പക്ഷേ പരിധി വിട്ട് പടച്ചതമ്പുരാനോടുള്ള കൽപ്പനക്ക് ഏറ്റവും വലിയ ഭംഗം വരുത്തുന്ന നിലക്ക് സജീവ പ്രാധാന്യം അവർക്ക് നൽകുന്ന ഒരവസ്ഥയിലേക്ക് മാറിയാൽ നമ്മുടെ ദുന്യാവും നമ്മുടെ ആഖിറവും നഷ്ടപ്പെടുന്നു. അത് സൂക്ഷിക്കുക എന്ന് ഈ തുടക്കത്തിൽ ഇതിന്റെ ഉദ്ഘാടന വേളയിൽ തന്നെ എന്റെ ബഹുമാന്യരായ മുഴുവൻ ശ്രോതാക്കളെയും ഓർമ്മപ്പെടുത്തുകയാണ്. രാജ്യം മുഴുവൻ ആ നിലക്ക് ഉറ്റുനോക്കുമ്പോൾ നമ്മളത് പരിഹരിച്ചില്ലെങ്കിൽ നമ്മളൊക്കെ പോയത്തക്കാരാകുന്ന ഈ പത്രരീതിയിലെ ആയിക്കോട്ടെ, അള്ളാന്റെ വജഹ് ഉദ്ദേശിച്ചുകൊണ്ട് നിങ്ങൾ നിസ്കാരം ഒരിക്കലും ഖളാ ആക്കരുതേ, ജമാഅത്ത് ഒരിക്കലും നഷ്ടപ്പെടുത്തരുതേ, നിങ്ങളുടെ ബാധ്യതയിൽ വീഴ്ച വരുത്തരുതേ, നിങ്ങളുടെ നിസ്കാരത്തിന്റെ ഏകാഗ്രതയെ തകർക്കും വിധം ഒരു ലഹരി ഇതിന് നൽകരുതേ. ഇത് അല്ലാഹുവിന്റെ തീരുമാനമാണ്. പടച്ചതമ്പുരാൻ പറയുന്നത് ദുനിയാവ് എന്ന് പറഞ്ഞാൽ ചിലർക്ക് ഇങ്ങനെയൊക്കെ തന്നെയാണ്. ഇഅ്ലമൂ അന്നമൽ ഹയാത്തു ദുനിയ ലഇബുൻ വലഹുൻ വസീനത്തുൻ വതഫാഖുറുൻ ബൈനക്കും ഫിൽ അംവാലി വതകാസുറുൻ ഫിൽ അംവാലി വൽ ഔലാദി. ഇതൊക്കെ വിശുദ്ധ ഖുർആൻ പറയുന്നുണ്ട്. ഐഹിക ജീവിതം ചിലരെ സംബന്ധിച്ചിടത്തോളം കളിയാണ്, അത് തമാശയാണ്, അത് വിനോദമാണ്, അത് അലങ്കാരമാണ്, പണവും പ്രതാപത്തിന്റെയും ഒക്കെ മേലിലുള്ള പ്രൗഢി നടിക്കലാണ്, രാജ്യവും തമ്മിലുള്ള മേല് നടിക്കലാണ്. അതൊക്കെ എവിടം വരെയാണ് മനുഷ്യ? ദുനിയാവ് എന്ന് പറഞ്ഞാൽ അമൽ ഹയാത്തു ദുനിയ, ഐഹിക ജീവിതം ഇല്ല മത്താഉൽ ഖുറൂർ, വഞ്ചിക്കുന്ന ചരക്കാണത്, വഞ്ചന നടത്തുന്ന ചരക്കാണത്. വലിയ വലിയ പുറംമോടികൾ പൊലിപ്പിച്ച് കാണിച്ചുകൊണ്ട് നിന്നെ വഞ്ചിക്കുമത്, നിന്നെ തകർക്കുമത്. അതുകൊണ്ട് തകർച്ചയുടെ വക്കിലെത്തുന്ന ഒരു ഹരം, ഒരു ലഹരി നമുക്കാർക്കും വേണ്ട. ബാധ്യതാ നിർവഹണത്തെ കൃത്യമായി നിർവഹിച്ചുകൊണ്ട് അനുവദനീയതയുടെ പരിധികളിൽ ഒതുങ്ങി നിന്നുകൊണ്ട് മാത്രം അല്ലാഹു അനുവദിച്ച സംഗതികളുമായി ബന്ധപ്പെടുക. പ്രത്യേകം ഓർമ്മപ്പെടുത്തുന്നു, എന്നെയും നിങ്ങളെയും അല്ലാഹു സുബ്ഹാനഹു വ തആല നേരിന്റെ വക്താക്കളായി ജീവിച്ച് മരിക്കാൻ നമുക്ക് തൗഫീഖ് നൽകുമാറാകട്ടെ. നമ്മളിൽ നിന്ന് വന്നുപോയിട്ടുള്ള പാപക്കറകൾ അല്ലാഹു കഴുകിക്കളഞ്ഞ് ശുദ്ധീകരിക്കുമാറാകട്ടെ. ശാരീരികവും മാനസികവുമായ രോഗങ്ങൾ കടിമപ്പെട്ടുകൊണ്ട് ആസ്പത്രികളിലും വീടുകളിലുമായി കഴിയുന്ന ഒരുപാട് രോഗികളുണ്ട്. ചെറുതും വലുതുമായ